ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വന്നിരിക്കുന്നത്. അതായത് +2 പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ടഫായി. പക്ഷെ സാർ ഞാൻ നോക്കിയപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പലതും അതേപോലെ എടുത്തതാണല്ലോ കണ്ടിട്ടുള്ളത്. എൻ്റെ പൊന്നു സാറേ, ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ സാധാരണ എയ്ഡഡ് സ്കൂളുകളിലും ഗവൺമെന്റ് സ്കൂളുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ്. അവരെ നിങ്ങളുടെ JEE കീം അതുപോലെ CBSE കുട്ടികളുടെ ലെവലിലേക്കൊന്നും കമ്പയർ ചെയ്യരുത്. അതായത് കേരളത്തിലെ സാധാരണ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികൾ മോശമാണ് എന്നാണോ സാറ് പറഞ്ഞു വരുന്നത്? നിങ്ങളൊന്നും ലെവല് പോരാ, നിങ്ങൾ CBSEക്കാർ അല്ലെങ്കിൽ JEE കീമിനൊന്നും പഠിക്കുന്ന ആളുകളുടെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ മോശം ക്വസ്റ്റ്യൻ പേപ്പർ വേണം എന്നുള്ളതാണോ? ഞാനും ഒരു എയ്ഡഡ് സ്കൂളിൽ പഠിച്ച് വന്ന ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളിൽ പഠിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. എന്നെ എൻ്റെ ടീച്ചർമാർ NCERT അടക്കമുള്ള പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് ആ ഒരു കൾച്ചർ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക, അതിലെ പ്രോബ്ലംസ് ചെയ്യുക എന്നുള്ള കൾച്ചർ നമുക്ക് കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടികളല്ല പ്രതികൾ, തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റമാണ്, നമ്മുടെ സർക്കാരുകളാണ്, അതേപോലെ തന്നെ നമ്മുടെ അധ്യാപകരാണ്, നമ്മുടെ മൊത്തത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. പക്ഷേ ഈ പറഞ്ഞ കുട്ടികൾ അവർ മോശക്കാരായി പോവുകയാണോ വേണ്ടത്? അതല്ല സാറേ, അവർ CBSEയും JEEക്കും കീമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആ കുട്ടികളുടെ ലെവലിലോട്ട് അവര് വളരുകയാണോ വേണ്ടത്? അവർ ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പോയി പഠിക്കുകയാണോ വേണ്ടത്? ഞാൻ വർക്ക് ചെയ്യുന്നത് അതിനാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് താഴെയുള്ളവനെ വീണ്ടും താഴ്ത്താൻ വേണ്ടിയിട്ടല്ല, ഞാൻ വർക്ക് ചെയ്യുന്നത് താഴെയുള്ളവനെ മുകളിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്ര കഷ്ടപ്പെട്ട് ഈ റീലും ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതും ക്ലാസ്സുകൾ എടുക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും മോശക്കാരല്ല, നിങ്ങളെ മോശക്കാരാക്കുന്ന ഇവിടുത്തെ സിസ്റ്റമാണ്. ആ സിസ്റ്റത്തെ മുഴുവൻ നന്നായിട്ട് ഞാനും നന്നാവാം എന്ന് നിങ്ങൾ ചിന്തിച്ചോ, അത് നിങ്ങളുടെ പരാജയത്തിന് കാരണമാകും. പക്ഷേ സിസ്റ്റം എന്തായാലും ഞാൻ അറ്റ്ലീസ്റ്റ് ഈ ടെക്സ്റ്റ് ബുക്കെങ്കിലും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോവുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അവിടെ വിപ്ലവം ഉണ്ടാകുന്നത് നിങ്ങളുടെ ലൈഫിലാണ്. നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലോട്ടാണ്. അത് എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ബേസിൽ നിന്ന് വേണം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പോൾ നിങ്ങളെ ഇമോഷണലി ചാർജ് ആക്കിക്കൊണ്ട് നിങ്ങളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന, നിങ്ങൾ പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത്രയൊക്കെ പഠിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളുടെ കൂടെയല്ല നിങ്ങൾ നിൽക്കേണ്ടത്. പകരം ലോജിക്കലായിട്ട് ആലോചിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് വളരെ ഗൗരവപൂർണമായ തീരുമാനമെടുക്കാൻ, പഠിക്കാനുള്ള തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ് എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്.